ഈ സ്പാ ചെയ്തതിന് ശേഷം കുളിക്കേണ്ട ആവശ്യം വന്നില്ല. ട്രീറ്റ്മെന്റിന്റെ പേരെന്താണെന്ന് ഇത്രയും നേരമായിട്ട് ചോദിച്ചില്ലല്ലോ. നമ്മൾ പുതിയൊരു ട്രീറ്റ്മെൻറ്റും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഫില്ലർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട്. അത് പുതിയതെന്ന് പറയാൻ പറ്റില്ല, നാഷി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. അതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇന്ത്യയിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി, പക്ഷേ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ടായിട്ടുള്ളൂ. കുറച്ച് സലൂൺസ് ഒക്കെയാണ് നാഷിയുടെ ചെയ്യുന്നത്. ഇവിടെ കോഴിക്കോട് ചെയ്യുന്നതിൽ ഒരു സലൂണ് നമ്മുടെയും കൂടെയാണ്. നാഷിയുടെ ഫില്ലർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ കണ്ടില്ലേ, നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ ടെക്സ്ചർ ചേഞ്ച് ആവും. ഇപ്പോൾ കുറേ പേരുണ്ട് അവർക്ക് ഡാമേജ് ഒക്കെ ക്ലിയർ ആവണം, പക്ഷേ ടെക്സ്ചറിൽ ഒരു ചേഞ്ചും വരാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ, അവർക്കൊരു നല്ല ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിപ്പം ഭയങ്കര റഫായിട്ടുള്ള ഹെയറാണ്. കാരണം റഫായി മീൻസ് ഇതിനകത്ത് ഒരുപാട് ഹീറ്റും അങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ. കാരണം എപ്പോഴും നമുക്ക് അല്ല അൻഷ ശ്രദ്ധിക്കുന്നതല്ല, നമ്മൾ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പം അങ്ങനെ വരുമ്പം ഹെയർ ഡാമേജ് ആവും. പിന്നെ നമ്മൾ വെള്ളം കൊണ്ട് ഹെയർ ഡാമേജ് ആവും. കുറേ കാരണങ്ങളുണ്ട് ഹെയർ ഡാമേജ് ആവുന്നതിന്. അപ്പം ഇതിനകത്ത് അൻഷയ്ക്കാണെങ്കിൽ ടെക്സ്ചർ മാറണ്ട, ഇങ്ങനെ തന്നെ മതി മുടി. അപ്പം അതുകൊണ്ടാണ്. മറ്റേത് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സിലേക്കൊക്കെ പോകാം. ഇത് ടെക്സ്ചർ മാറണ്ടെന്നുണ്ടെങ്കിൽ നാഷിയുടെ ഒരു കൈൻഡ് ഓഫ് സ്പാ തന്നെയാണ്, പക്ഷേ ഒരു ചെയ്യുന്നതിനകത്ത് നമ്മൾ ചെറുതായിട്ടൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സും കൂടെ ആ ഒരു സ്റ്റൈലിലുള്ള ഒരു ഹെയർ സ്പാ ആണ്. ഞാൻ അന്ന് ചെയ്ത നാഷിയുടെ നോർമൽ സ്പാ, ഞാൻ നോർമൽ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ 4-5 ദിവസം ആ സ്മെല്ല് പോയില്ല. അതാണ് എനിക്ക് ഒരു നല്ലൊരു നല്ലൊരു ഫ്രാഗ്രൻസ് വരും. അത് എന്താ വെച്ചാൽ നാഷിയുടെ പ്രോഡക്ട്സ് ഓർഗാനിക് ആണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് ഓർഗാനിക് പ്രോഡക്ട്സ് ആണ്. നാഷിയിൽ വരുമ്പം കെരാറ്റിൻ വരുന്നുണ്ട്. നാഷിയുടെ കെരാറ്റിൻ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. അത് ഓർഗാനിക് ആയിട്ടുള്ള കെരാറ്റിൻ ആണ്. കെരാറ്റിൻ എല്ലാവരും ഫോർമാലിറ്റി ഫ്രീ ഒക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിലും കുറച്ചും കൂടെ നല്ലതാണ് നാഷിയുടെ. അപ്പം ഇവരുടെ ഫില്ലർ തെറാപ്പി കേട്ടോ നമ്മൾ ഈ ഹെയറിൽ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഹെയറിൻ്റെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഇങ്ങനെ ആക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. കണ്ടോ പോകുന്ന രൂപം കണ്ടോ, അപമാനിക്കരുത്. അതുകൊണ്ട് സംഭവം ആളൊരു സെലിബ്രിറ്റി ആണെങ്കിലും അതെ പോപ്പിത്താന്റെ സെലിബ്രിറ്റി എന്നെ മാത്രം സെലിബ്രിറ്റിയാണ്. നമ്മൾ ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഫില്ലർ തെറാപ്പി എന്നാട്ടോ ഈ ട്രീറ്റ്മെന്റിന്റെ പേര് പറയുന്നത്. ട്രീറ്റ്മെന്റിന്റെ പേരെന്താണെന്ന് ഇത്രയും നേരമായിട്ട് ചോദിച്ചില്ലല്ലോ. എങ്ങനെയുണ്ട്? നല്ല മണം. അടുത്തേക്ക് വന്നാൽ മനസ്സിലാവും. നല്ല സ്മെല്ല. എന്തിന്റെ സ്മെല്ലാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ഫ്രഷ് എന്താ പറഞ്ഞോടക്ക് മൊത്തത്തിലൊരു ഫ്രഷ് ആയ ഫീൽ. അത് സാധാ സ്പാ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരും, പക്ഷെ ഇത് വേറെ തന്നെ ഒരു സ്മെല്ലാണ്. പക്ഷെ ഇത് ഞാൻ ലാസ്റ്റ് ടൈം ഫില്ലർ അല്ല ചെയ്തത്, നോർമൽ ഹെയർ സ്പാ ചെയ്തപ്പോൾ ഒരു 1 വീക്ക് മേലെ സ്മെല്ല് മാത്രം നിന്നായിരുന്നു. ഹെയറും അതേപോലെ തന്നെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നുണ്ടായിരുന്നു. സ്മെല്ലും ഒരു 5 ദിവസത്തേക്ക് ഞാൻ കുടിച്ചില്ല. 5 ദിവസത്തേക്ക്. പിന്നെ ഓയിലി സ്കാൽപ്പാണ് എന്റെ ഓയിലി സ്കാൽപ്പ് ആയതുകൊണ്ട് എപ്പോഴും കുളിക്കേണ്ട ആവശ്യം വരാറുണ്ട്. പക്ഷെ ഈ സ്പാ ചെയ്തതിന് ശേഷം കുളിക്കേണ്ട ആവശ്യം വന്നില്ല. വിഷമവും മനസ്സിലാവും. കാരണം 2 ദിവസം കൂടുമ്പോ കുളിക്കേണ്ട ആവശ്യം വരാറുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഒരു 5 ദിവസം കുളിക്കണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വന്ന് ചെയ്യുക, ബെറ്റർ കിട്ടും. ഹെയറിന്റെ ഒരു വ്യത്യാസം അറിയാം. ഹെയറിന് ഒരു ഷൈനിങ് വന്നു. നേരത്തെ ഉള്ളതിനേക്കാളും ഹെയർ കുറച്ചുകൂടെ ഷൈനി ആയി മാറി. ആ കളറൊക്കെ കുറച്ചുകൂടെ ഒന്ന് കാണാൻ തുടങ്ങി. കളർ ചെയ്ത് നോക്ക്, കളർ കണ്ടോ? നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ട്രൈ. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെയർ ഡാമേജ് ആയ ഹെയർ ഉള്ള ആൾക്കാർക്ക് ടെക്സ്ചർ ചേഞ്ച് ആവും. ഇതിപ്പോൾ നമ്മൾ ബ്ലോണ്ടറി ചെയ്തുകൊണ്ടാണ് ഇത്ര ഫ്രീ ഇതായിട്ട് നിൽക്കുന്നത്. ടെക്സ്ചറിൽ വലിയ ചേഞ്ചസ് ഒന്നും വരില്ല. നമ്മൾ ഒറിജിനൽ ടെക്സ്ചറിൽ തന്നെയാണ് നിൽക്കുക. ഇത് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഈ ഒരു റിസൾട്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഫില്ലർ തെറാപ്പി എന്നാണ് പേര്. കാരണം പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ തന്നെ ഒരു സംഭവമാണിത്. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്?
പീസ് ബ്യൂട്ടി ലോഞ്ച് ക്രിസ്ത്യൻ കോളേജിന്റെ ഓപ്പോസിറ്റ്. നോ, ഗാന്ധി റോഡില് ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്തായിട്ട്. കുട്ടി തെറ്റിച്ചേ പറയുള്ളൂ, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറഞ്ഞത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാണ്, സംഭവം മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടെക്സ്ചർ ചേഞ്ച് ഇല്ലാതെ ഡാമേജ് ഹെയർ ഉള്ള ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു ട്രീറ്റ്മെന്റ്, അടിപൊളി ട്രീറ്റ്മെന്റ്. എല്ലാവരും നമ്മുടെ ഒരു ചാനലുണ്ട്, ചാനൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്തും എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അല്ലേ, നീ എന്തെങ്കിലും പറയാണ്ടോ? ഒന്നും പറയല്ല, ഒന്നും പറ്റില്ല. മിണ്ടൂല. അപ്പം ഓക്കെ, എല്ലാവരും വിസിറ്റ് ചെയ്യാം കേട്ടോ.